ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്ന റോസാ ചെടികളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ഓരോ റോസാ ചെടികളുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് അത്ര ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് പറ്റാറില്ല കേട്ടോ. അത് നമുക്ക് ലോഡ് വരുന്നതിൻ്റെ ആ ഒരു സമയവും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വെറുതെ നമ്മൾ വീഡിയോസ് എടുത്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ അതേ കുറച്ച് പൂക്കളെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. നമ്മുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോസിനകത്ത് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആവുന്നില്ല ഫ്ലവർ എന്ന്. പക്ഷെ നിങ്ങളൊന്ന് നോക്കൂ, ഇത്രയും അധികം റോസാ ചെടികളാണ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിറങ്ങിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച 4000-ന് മേലെ റോസാ ചെടികൾ മാത്രമാണ് കേട്ടോ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓരോ പൂക്കളും നമ്മളെടുത്ത് കാണിക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. എന്നിരുന്നാലും ഇത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ചില പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് കൂടിയാണ്. ബഡ് ഉണ്ട്, മിനിയേച്ചർ ഉണ്ട്, പിന്നെ ഈ കാണുന്നത് ചെറിയ റോസാ ചെടികളുടെ ഒരു സെക്ഷനാണ് കേട്ടോ. ബഡ് ചെയ്ത ചെറിയ 2-3 കമ്പ് മാത്രം വരുന്ന ചെടികളാണിത്. ഓൺ റൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിങ്ങനെ ഇറക്കി വെക്കുന്ന ആ ഒരു സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. 320 രൂപയ്ക്ക് നമ്മൾ 5 ചെറിയ റോസാ തൈകൾ ഓൺ റൂട്ട് പ്ലാന്റ്സ് മിനിയേച്ചർ വെറൈറ്റീസിൽ വരുന്നത് നമ്മളൊരു കോംബോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്ലാന്റ്സും ഈ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. എന്നിരുന്നാലും ആരും പേടിക്കേണ്ട, തിങ്കളാഴ്ച നമുക്ക് പുതിയ പ്ലാന്റ്സ് വരും. ആ ഒരു കോംബോ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ആ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി അതിനകത്ത് ഏതൊക്കെ കളേഴ്സാണ്, പ്ലാന്റ് സൈസ് ഏതാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. പിന്നെ ഇതിനകത്ത് കാണുന്ന പൂക്കളിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്കൊന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. ഇത്രയും റോസാ ചെടികൾ നമുക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ ഈ ഒരാഴ്ച വന്ന പ്ലാന്റ്സ് ആണോ അടുത്തൊരാഴ്ച വരിക എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും ഏറെക്കുറെ പ്ലാന്റ്സ് എല്ലാം ഇതിനകത്ത് വരും. പിന്നെ 10 ഇഞ്ച് പോട്ടിലൊക്കെ വരുന്ന പ്ലാന്റ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ 230 രൂപ ആ ഒരു റേഞ്ചിൽ എന്തായാലും വരും കേട്ടോ. 230, 250 റേഞ്ചിലൊക്കെ വരും. പിന്നെ ബഡ് ചെയ്ത പ്ലാന്റ്സിനകത്തും ഈ 10 ഇഞ്ച് പോട്ടിൽ വരുന്നതിൽ നല്ല സുഗന്ധമുള്ള 2-3 വെറൈറ്റീസ് റോസാ ചെടികളുണ്ട്. അപ്പോൾ അതും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ നമ്മൾ ഈ ഒരാഴ്ച 450 കോംബോ ആണ് കേട്ടോ പ്ലാന്റ്സ് അയച്ചത്. അപ്പോൾ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അതിനകത്ത് പുതിയ കളേഴ്സ് കിട്ടുമെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോംബോ തന്നെ വരും ദിവസങ്ങളിലൊക്കെ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ്സ് ആണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട് പ്ലാന്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനാണ് നമുക്ക് എന്താണ് വളം കൊടുക്കേണ്ടതെന്ന്. നമ്മൾ വീണ്ടും പറയുകയാണ്, ചെടികൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ചെറിയ കവറുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അത് റീപോർട്ട് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഇത്തിരി ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താൽ മതി എന്നുള്ളത്. തുടക്കത്തിലേ നിങ്ങൾ ഇതിനകത്ത് വളങ്ങളൊന്നും ചേർത്ത് ചെടിയെ നശിപ്പിച്ച് കളയരുത് കേട്ടോ. ഒന്നാമത് 1-2 ദിവസം ബോക്സിനകത്ത് ഇരിക്കുന്ന പ്ലാന്റ്സാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ അതിനകത്തേക്ക് കുറേ എല്ലുപൊടി, ചാണകപ്പൊടി, അത് ഇതൊക്കെ വെച്ച് നട്ട് കഴിഞ്ഞാൽ ചെടി പോവും, പൈസയും പോവും. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു വന്നിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ. നമ്മൾ പ്ലാന്റ് അയച്ച് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തെ ആ പൂക്കളും മൊട്ടുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. കാരണം നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യുമ്പോൾ പൂക്കളൊന്നും കട്ട് ചെയ്യാതെയാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അയച്ചു തരുന്നത്. അപ്പോൾ നല്ല റെസ്പോൺസാണ് വരുന്നത്. എല്ലാവരും പറഞ്ഞു പൂവിനോ ഇലയ്ക്ക് പോലും യാതൊരു ക്ഷീണമോ സംഭവിക്കാത്ത രീതിയിലാണ് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന്. നമ്മൾ ഫേസ്ബുക്കിനകത്തും നമുക്ക് ഒരുപാട് ചെടികളുടെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയും നമ്മുടെ യൂട്യൂബ് വഴി അത്യാവശ്യം നല്ല രീതിയിലാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം സെയിലായിപ്പോയത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ആ ചെറിയ വെറൈറ്റീസിൽ വരുന്ന പ്ലാന്റ്സ് നല്ല രീതിയിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. വീണ്ടും പറയാണ്, അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനം ഉച്ചയ്ക്കടക്കം വന്നിട്ടുള്ള ബുക്കിംഗ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു തീർന്നതാണ്. ഇനി നമുക്ക് അയക്കാനുള്ളത് പുതിയ ഓർഡറുകളാണ് കേട്ടോ. അപ്പോൾ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ പ്ലാന്റ്സ് എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ കൈനകത്ത് പിടിച്ച് കാണിക്കുന്ന റോസാണ് കേട്ടോ. നല്ല സുഗന്ധമുള്ള റോസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ബഡാണ്, നല്ല സുഗന്ധമാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. പിന്നെ ഇതേ ലാവൻഡർ കളറിലുള്ള വലിയ റോസുകൾ. ഇതിൻ്റെ പേരും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് അറിയില്ല. പല വെറൈറ്റീസുള്ള റോസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പലരും പേരുകളൊക്കെ പറഞ്ഞിട്ട് ഇന്ന വെറൈറ്റി ഉണ്ടോ ചോദിച്ച് വരാറുണ്ട്.
പക്ഷെ നമുക്ക് അതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ ക്ലിയറിൽ വീഡിയോ എടുക്കാൻ നോക്കിയാലും ആ പൂവിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ വെയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലൈറ്റൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടൈഗർ റോസാണ്. ഇതെല്ലാം അത്യാവശ്യം വലിയ ചട്ടികളിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സിനാണ് ചെറിയ ചെറിയ റേറ്റ് വരുന്നത്. നമ്മുടെ കൈകളിലേക്ക് ഇത്രയും വലിയ പ്ലാന്റ്സ് എത്തുന്നതും നല്ല റേറ്റിലാണ്. കൂടാതെ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓരോ വെറൈറ്റി റോസിന് റേറ്റ് നമുക്ക് അത്ര കൺഫേം ആക്കി പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ ആഴ്ചയും പ്ലാന്റ്സ് വരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. ചില സമയങ്ങളിൽ റേറ്റ് നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കും. അതല്ലാത്ത പക്ഷം ചിലപ്പോൾ അത് കൂടിയും കുറഞ്ഞൊക്കെ വരും. പിന്നെ കുറേ റോസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതേ നമ്മുടെ വാട്സപ്പ് നമ്പർ എടുക്കുക, ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഈ കാണുന്നതെല്ലാം നല്ല നല്ല ചെടികളാണ്. പിന്നെ നമുക്ക് ഇന്ന വെറൈറ്റീസ് റോസാ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഒന്ന് ഓൺലൈനിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പ്ലാന്റ്സ് ഇറങ്ങുന്ന സമയത്ത് പറ്റുന്നവർക്കെല്ലാം ഫോട്ടോസ് ഇട്ടിട്ട് പ്ലാന്റ്സ് മാറ്റി വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മളുടെ സർവീസ് വരുന്നത് DTDC ആണ്. പോസ്റ്റ് വഴി നമ്മൾ കാസർഗോഡ് ഭാഗങ്ങളിലേക്കൊക്കെ അയക്കുന്നുണ്ട്. അത് അവരുടെ സ്വന്തം റിസ്കിലാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. കാസർഗോഡ് അവരുടെ ഭാഗങ്ങളിലൊന്നും അടുത്ത് DTDC സർവീസ് ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ പോസ്റ്റൽ വഴിയാകുമ്പോൾ നമ്മൾ ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓൾ ഇന്ത്യ ഡെലിവറി ടൈം എന്ന് പറയുന്നത് 24 hours ആണെന്ന് കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല, ഇനി എങ്ങാനും ഡിലേ വന്നാൽ അത് നമ്മുടെ പ്രോബ്ലംസ് അല്ലേ. ഇപ്പോൾ നമുക്ക് DTDC വഴി പ്ലാൻസ് അയക്കുമ്പോൾ കാര്യമായ ഡിലേ ഒന്നും വരുന്നില്ല കേട്ടോ. പരമാവധി 1-2 ദിവസം കൊണ്ട് നമുക്ക് എല്ലായിടത്തേക്കും എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ദീപാവലിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു 2-3 ദിവസം ഒന്നും പ്ലാൻസ് അയക്കില്ല. അത് നമുക്ക് ആ ഒരു സമയം നല്ല തിരക്കായിരിക്കും DTDCയിൽ. അപ്പോൾ പ്ലാൻസ് ആയാൽ പോലും കയറി പോകാനായിട്ട് നല്ല ഡിലേ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാഷും നമ്മുടെ പ്ലാൻസും നാശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം ദീപാവലി അടുപ്പിച്ചിട്ട് നമ്മൾ പ്ലാൻസ് അയക്കില്ല. അപ്പോൾ നമ്മൾ വിശ്വാസമുള്ളവർക്കുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിടാം കേട്ടോ. ദീപാവലി അടുപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.